ഏറെ പ്രിയങ്കരായ ജനാധിപത്യ മതേതര വിശ്വാസികൾ, ഈ ശബ്ദം കേൾക്കുകയും ഇത് കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളേവർക്കും വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഹൃദയംഗമായ വിപ്ലവ അഭിവാദനങ്ങൾ നേരുകയാണ്. ഇത്തരം ഒരു സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് ലൈവ് വരുവാനുള്ള കാരണം, വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭൂമിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ഈ ജനപക്ഷ രാഷ്ട്രീയത്തിന് ആലപ്പുഴ ജില്ലയിലെ ഭൂരഹിതരും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിലും പെട്ട, അതിനപ്പുറത്ത് ഫ്ലാറ്റ് എന്ന സംവിധാനത്തിൽ അർഹത നേടിയ കുറച്ച് മനുഷ്യരുടെ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. പ്രബുദ്ധമാണ് കേരളം. ഭൂപരിഷ്കരണം നടന്നു എന്ന് മേനി നടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. 2000 വരെ കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുണ്ടെന്നും ഇവിടെ ഭൂരഹിതരില്ല എന്നും എല്ലാവർക്കും പാർപ്പിടമുണ്ടെന്നും പാർപ്പിടരഹിതരില്ല എന്നുമായിരുന്നു അന്നത്തെ സർക്കാരുകൾ മാറി മാറി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2000-ന് ശേഷമുള്ള ഒരു 10 വർഷം കേരളത്തിൽ വീണ്ടും ഭൂമിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. 2001-2002 കാലഘട്ടത്തിലാണ് വയനാട് ജില്ലയിലെ മുത്തങ്ങയിൽ ആദിവാസികൾ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെടുത്തി കേരളത്തിന്റെ പൊതുബോധത്തിൽ മറ്റൊരു ഭൂമിയുടെ സമരത്തിന് തുടക്കം കുറിക്കുന്നു. 2007 പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറയിലും ഇതിന് സമാനമായ സമരം നടക്കുകയുണ്ടായി. മറ്റൊന്ന് കൊല്ലം ജില്ലയിലെ അരിപ്പയിലാണ്. 2000 മുതൽ 2010 വരെ കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്ന ഭൂമിക്ക് വേണ്ടിയുള്ള ഈ സമരം 2011 അധികാരത്തിൽ വന്ന UDF സർക്കാർ വളരെ കൃത്യമായി മുഖവിലേക്ക് എടുക്കുകയും ഭൂപരിഷ്കരണം കൊണ്ട് കേരളത്തിലെ ഭൂരഹിതന്റെ ഭൂരാഹിത്യം പരിഹാരം കണ്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 2012 ഓഗസ്റ്റ് മാസം 15-ാം തീയതി അന്നത്തെ കേരളത്തിലെ UDF സർക്കാർ സീറോ ലാൻഡ് ലെസ്, ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി എന്നൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തോളം ഭൂരഹിതരാണെന്ന് അപേക്ഷ കൊടുത്തു. അതിൽ ഏതാണ്ട് 3.5 ലക്ഷത്തോളം ഭൂരഹിതരെ സർക്കാർ വളരെ കൃത്യമായി
ഏറ്റവും താഴെത്തട്ടിലായ വലിയ ഓഫീസുകളിൽ നിന്നും അത് കണ്ടെത്തി സർക്കാരിൽ സമർപ്പിച്ചു. 2013 അതിന്റെ പട്ടയ ഉദ്ഘാടനവും ശംഖുമുഖത്ത് വെച്ച് UPA അധ്യക്ഷയാണ് അന്ന് നിർവഹിച്ചത്. 2013 ശേഷം കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ 3.5 ലക്ഷത്തോളം ആൾക്കാർ അവർക്ക് ഭൂമി കൊടുക്കുന്നതിൽ ആ സർക്കാർ വീഴ്ച പറ്റുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ജനപക്ഷ രാഷ്ട്രീയമായ വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായി ഇടപെടുകയാണ്. നേരത്തെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ പദ്ധതിയിൽ നിന്നും കുറച്ചു പേർക്ക് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കണ്ടെത്തി കൊടുത്തിട്ട് അവരുടെ 5 വർഷം കാലാവധി പൂർത്തീകരിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ഇവിടെ വളരെ കൃത്യമായി സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി, അതിൽ സർക്കാരിന് പറ്റുന്ന വീഴ്ചകൾ കേരളത്തിലെ ഭൂരഹിതര വെൽഫെയർ പാർട്ടി കൃത്യമായി വിവരാവകാശം വഴി ഓരോ വില്ലേജ് തലത്തിൽ ഉള്ളവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റൊരു ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിന് ഈ പാർട്ടി അവരെ പ്രേരിപ്പിച്ചു. അവർക്ക് പാർട്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. അവരെ 1-ാം ഘട്ടം അവരെ സംഘടിപ്പിച്ച് വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറെ ബോധ്യപ്പെടുത്തി ഈ വില്ലേജിൽ നിന്ന് കണ്ടെത്തിയ ഭൂരഹിതനാണിത്. ഞങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ഭൂമി കിട്ടണം. ഈ ആവശ്യം തന്നെ അവർ തഹസിൽദാരുടെ മുമ്പിൽ താലൂക്ക് ഓഫീസിലേക്ക് പോയി. ഇതേ ആവശ്യം കളക്ടറേറ്റിലേക്ക് പോയി. ഇന്ത്യൻ സെക്രട്ടേറിയറ്റിലേക്ക് പോലും 10,000 വെൽഫെയർ പാർട്ടി നടത്തിയ ഭൂസമരത്തിലൂടെ അവരെ എത്തിക്കുവാൻ കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സർക്കാരുകൾ വളരെ കൃത്യമായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെടുകയുണ്ടായി. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഈ ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് 17,000-ഓളം ഭൂരഹിതരുടെ അപേക്ഷയാണ് കളക്ടറേറ്റിലെത്തിയത്. അതിൽ നിന്ന് ഏതാണ്ട് 14,163 ഭൂരഹിതരെയാണ് അവർ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി യോഗങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ആലപ്പുഴ കളക്ടറേറ്റിൽ ഏതാണ്ട് 7 പ്രാവശ്യമാണ് ഇതുമായി ബന്ധപ്പെടുത്തിയ യോഗങ്ങൾ ഉണ്ടായി. ഈ യോഗങ്ങളിൽ ഒരു കൃത്യമായ പിക്ചർ, ആലപ്പുഴ ജില്ലയുടെ വ്യത്യസ്ത പ്രദേശത്ത് കിടക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള അന്വേഷണം വളരെ തൃപ്തികരമായ രീതിയിൽ സർക്കാരിന് കിട്ടിയില്ല എന്നുള്ളത് നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു. ഇത് 17/1/2017 വെൽഫെയർ പാർട്ടി ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്നെടുത്ത വിവരാവകാശ രേഖയാണ്. ഏതാണ്ട് 7ഓളം സിറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിൽ, നേതൃത്വത്തിൽ നടന്ന പല ചർച്ചകളും ആ കളക്ടറേറ്റിൽ നടക്കുന്നുണ്ടായി. നിർഭാഗ്യവശാൽ 7 യോഗങ്ങളിലും പങ്കെടുത്തു. പക്ഷെ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളോട് ഒരു തരത്തിലും നീതി പുലർത്തിയില്ല എന്നുള്ളത്
ഈ റിപ്പോർട്ട് എടുത്ത് പഠിക്കുന്ന, ഈ റിപ്പോർട്ട് എടുത്ത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ പല പ്രാവശ്യവും കളക്ട്രേറ്റിൽ കയറി ഇറങ്ങി. ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളോട് പറഞ്ഞത് ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്ത താലൂക്കുകളിൽ ഭൂരഹിതർക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഭൂമിയില്ല എന്നുള്ള വർത്തമാനമാണ്. പാർട്ടി വളരെ കൃത്യമായി അതിന്റെ വിവരാവകാശങ്ങളിലൂടെ ആലപ്പുഴ ജില്ലയിലെ വ്യത്യസ്ത താലൂക്കുകളിലായി വെൽഫെയർ പാർട്ടി കണ്ടെത്തി ഏതാണ്ട് 12,000 ഹെക്ടർ ഭൂമി ജില്ലയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ചേർത്തലയും ചെങ്ങന്നൂരും കുട്ടനാടും കാർത്തികപ്പള്ളിയും അമ്പലപ്പുഴ ഉൾപ്പെടെ വ്യത്യസ്ത പ്രദേശങ്ങളിലായി ആലപ്പുഴ ജില്ലയിൽ 12,000 ഹെക്ടർ ഭൂമിയുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ വെൽഫെയർ പാർട്ടി ബോധ്യപ്പെടുത്തി. പക്ഷേ ഒരു തരത്തിലുള്ള തുടർ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. വെൽഫെയർ പാർട്ടി 2015 ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ കോമളപുരം വില്ലേജിൽപ്പെട്ട ടാറ്റാവേളി എന്ന് പറയുന്ന ഒരു പ്രദേശം ഏതാണ്ട് 40 ഏക്കറോളം വരുന്ന ഭൂമി അന്യായമായി ചുറ്റും അതിശക്തമായ രീതിയിൽ വേലി കെട്ടി ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വിവരം പാർട്ടിക്ക് ബോധ്യപ്പെടുകയും പാർട്ടി അതിന്റെ വിവരാവകാശം കോമളപുരം വില്ലേജിൽ അതിന്റെ അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയുടെ വെളിച്ചത്തിൽ കോമളപുരം വില്ലേജിലെ തഹസിൽദാരുടെ റിപ്പോർട്ടാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണ്. ആ ഭൂമിക്ക് നിലവിൽ അതിന്റെ കരം അടയ്ക്കുന്നില്ല. ഈ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ള വിവരാവകാശം വഴി വില്ലേജ് ഓഫീസർ തന്ന വളരെ കൃത്യമായ രേഖയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ആ പ്രദേശത്തേക്ക് മാർച്ച് നടത്തുകയുണ്ടായി 2015 ജനുവരി മാസം. എന്നിട്ട് അധികാരികളെ ബോധ്യപ്പെടുത്തി ഇത് ജില്ലയിലെ പാവപ്പെട്ട ഭൂരഹിതർക്ക് അർഹതപ്പെട്ട ഭൂമിയാണ്. ഈ കോമളപുരം വില്ലേജിൽ തന്നെ 183 ഭൂരഹിതരുണ്ട്. അവർക്ക് ഈ ഭൂമി പതിച്ചു കൊടുക്കണം എന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. സർക്കാർ അവിടെയും നിസ്സംഗത പാലിച്ചു. ഏതാണ്ട് 8/5/2017 വിവരാവകാശമാണ്. കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം കൊടുക്കുന്ന വിവരാവകാശത്തിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഹിന്ദുസ്ഥാൻ ലിവർ എന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു. എവിടെ നിന്നാണ് ഇവർ ഈ ഉടമസ്ഥാവകാശം നേടിയത് എന്ന് നമുക്കറിയില്ല. വളരെ കൃത്യമായി അവർ ഇപ്പോൾ നിലവിൽ ആ വസ്തുവിന് കരം അടയ്ക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് 2 വിവരാവകാശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ്, വിരുദ്ധതയാണ്. വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത് ഈ ജില്ലയിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന ഭൂരഹിതർ അവര് വളരെ തുച്ഛമായ ആൾക്കാർ. ഏതാണ്ട് 191 പേർക്കാണ് ഈ ജില്ലയിൽ പട്ടയം കിട്ടിയത്. അതിൽ 181 പേർക്ക് മാത്രമേ ഭൂമി കിട്ടിയിട്ടുള്ളൂ. 10 പേർക്ക് പട്ടയം കിട്ടി, പക്ഷേ നിലവിൽ ഭൂമി കിട്ടിയില്ല. 2016 വരുന്ന ഇടതുപക്ഷ സർക്കാർ
ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശത്തെ നിരാകരിച്ചുകൊണ്ട് ലൈഫ് പദ്ധതിയിലൂടെ ഫ്ളാറ്റ് എന്ന പദ്ധതി പ്രഖ്യാപിക്കുകയും ഭൂമിയുടെ അവകാശത്തിൽ നിന്നും അവരെ വഴുതി മാറ്റി അവർക്ക് ജില്ലയിൽ ഫ്ളാറ്റ് പണിത് കൊടുക്കുമെന്ന പ്രഖ്യാപനം നടത്തി. പാർപ്പിടം ഇല്ലാത്തവർക്കും ഭൂരഹിതരുടെ വിഷയവും ഞങ്ങൾ പരിഗണിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഇതിനിടയിലാണ് ലൈഫ് എന്ന പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭവന പദ്ധതികൾ അത് ലയിപ്പിച്ചിട്ട് ലൈഫ് എന്ന ഓമന പേരിൽ നമ്മുടെ ജില്ലയിൽ കുറച്ചുപേർക്ക് വീട് കൊടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിലവിൽ പണ്ടെങ്ങോ തുടങ്ങി വെച്ചിരുന്ന പൂർത്തീകരിക്കാതിരുന്ന പല വീടുകൾക്കും സഹായങ്ങൾ ചെയ്യുകയും അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് വെൽഫെയർ പാർട്ടിക്ക് അതുമായി ബന്ധപ്പെടുത്തി പറയുവാൻ. ഈ സർക്കാരിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ കാലാവധി കഴിഞ്ഞ് ഇറങ്ങുവാൻ ഇനി മാസങ്ങളാണ് ബാക്കി. ആലപ്പുഴ ജില്ലയിലെ ഭൂരഹിതർക്ക് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ ഫ്ളാറ്റ് എവിടെയാണ് നിങ്ങൾ കൊടുത്തത്? ആ ഫ്ളാറ്റിന്റെ പണി നിങ്ങൾ എവിടെയാണ് തുടങ്ങിയത്? ആ ഫ്ളാറ്റിന് വേണ്ടി നിങ്ങൾ എവിടെയാണ് ഭൂമി കണ്ടെത്തിയത്? ഇത് അറിയുവാൻ വെൽഫെയർ പാർട്ടിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഈ ഫ്ളാറ്റ് നിർമ്മാണത്തിന് ആവശ്യമുള്ള ഫണ്ടുകൾ കേരളത്തിലെ 4 ബജറ്റുകളിൽ എവിടെയെങ്കിലും അതിനായി ഫണ്ട് വകമാറ്റി വെച്ചിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമായി ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. ഭൂപരിഷ്കരണത്തിലൂടെ എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും പാർപ്പിടവും കിട്ടിയെന്ന് അവകാശപ്പെട്ട ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവന്റെ ഭൂമിക്ക് വേണ്ടിയുള്ള അവകാശത്തെ നിരാകരിച്ചുകൊണ്ട് അവിടെ നിന്നവൻ ഫ്ളാറ്റിലേക്ക് വഴുതി മാറുകയും ആ ഫ്ളാറ്റ് എന്ന സ്വപ്നത്തിൽ ഈ ജില്ലയിൽ ആയിരക്കണക്കിന് ആൾക്കാർ സ്വന്തമായി ഭൂമിയില്ലാതെ അലയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജില്ലയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് നമ്മുടെ ജില്ല. ഏതാണ്ട് വലിയഴീക്കൽ മുതൽ അരൂര് വരെയുള്ള തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കടക്ഷോഭത്തിൽ നൂറുകണക്കിന് വീടുകൾ കടപുഴകി വീഴുകയാണ്. അതുപോലെ തന്നെ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കടൽ ഭിത്തി കെട്ടി, പുലിമുട്ടോടുകൂടിയുള്ള കടൽ ഭിത്തി കെട്ടി ആ തീരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാരുകൾ പിന്നാക്കം പോകുന്നു. അവിടെ സ്വകാര്യ മേഖലയ്ക്ക് വികസനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുവാൻ ആ തീരദേശ മേഖല പല പഞ്ചായത്തുകളും ഇന്ന് ചരിത്രത്തിലെ അവശേഷിപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ വർത്തമാനം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാരാണ്. കേരളത്തില് ഏതാണ്ട് 6 ലക്ഷം ഏക്കർ ഭൂമി ഉണ്ട് എന്ന് രാജമാണിക്യം കമ്മീഷന്റെ കൃത്യമായ റിപ്പോർട്ട് കയ്യിലുള്ളപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭൂരഹിതരെ അവരെ തെരുവിലേക്ക് വലിച്ചിഴക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അന്യായമായി കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ടാറ്റയുടെയും ഹാരിസന്റെയും വാപ്സന്റെയും കയ്യിൽ ഏക്കർ കണക്കിന് ഭൂമി അവർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഏറ്റവും അവസാനമായി ചെറുവള്ളി എസ്റ്റേറ്റ് ഹാരിസന്റെ കയ്യിൽ നിന്ന് ഒരു സ്വകാര്യ വ്യക്തി വാങ്ങിയ ഭൂമി, സർക്കാരിന്റെ ഭൂമി ഒരു സ്വകാര്യ വ്യക്തി വാങ്ങുക, ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് സർക്കാർ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് എത്രമാത്രം ഗതികേടാണ് എന്ന് തോന്നണം. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത്,
കേരളത്തിലെ ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യണം. ഭൂപരിഷ്കരണത്തിലൂടെ കോളനിവൽക്കരിക്കപ്പെട്ട 27,000 ദലിത് കോളനികളാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഒന്ന് മരിച്ചാൽ അവരുടെ ശവശരീരം പോലും അടക്കാൻ പറ്റാത്ത നിലവിലുള്ള വീടിന്റെ അടുക്കള പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ആ സാധുക്കൾ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ ഒരു സമഗ്രമായ 2ാം ഭൂപരിഷ്കരണം വേണമെന്നാണ് വെൽഫെയർ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലെ ഒരുപാട് വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഭൂമിക കൂടിയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ട സമരത്തിൽ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി അതിന്റെ 2013 തുടങ്ങിയ സമരമാണ്. അതൊരിക്കലും ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഭൂമി ഞങ്ങൾ പറഞ്ഞു, നേരത്തെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് ചെയ്യുകയും ഉത്തരവാദിത്തപ്പെട്ടവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഫ്ളാറ്റല്ല വേണ്ടത്, ഭൂമിയാണ്. ആ ഭൂമിയുടെ അവകാശത്തെ നിരാകരിക്കുന്ന ഫ്ളാറ്റ് എന്ന ഓമന പേരിൽ കൊണ്ടുവന്ന അവിടെയും പാവപ്പെട്ട ഭൂരഹിതനെ വഞ്ചിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരുംകാല ദിവസങ്ങളിൽ വെൽഫെയർ പാർട്ടി ഇതുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ സമരത്തിൽ ആലപ്പുഴ ജില്ലയും മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്ക് ശ്രദ്ധിച്ച എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് വിപ്ലവ അഭിവാദനങ്ങൾ ചേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.